ചെറിയ ചില മാറ്റങ്ങൾ മാത്രമേ ഇനി പ്രതീക്ഷിക്കുന്നുള്ളൂ. 50ഓളം മന്ത്രിമാരുടെ പേരുകൾ ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ഓരോരുത്തർക്കും ഫോൺ വിളികൾ വരുന്ന മുറയ്ക്കാണ് അവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നു എന്ന വിവരവും പുറത്തു വരുന്നത്. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിസഭയിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മോദി 2 ഉണ്ടായിരുന്ന പരിചയസമ്പന്നർ മോദി 3 തുടരും എന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞു. അതേ സമയത്ത് തന്നെയാണ് കുറേയേറെ പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നത്. അതിൽ BJPയുടെ മന്ത്രിമാരും ഉണ്ടാവും, അതേപോലെ തന്നെ ഘടകകക്ഷികളുടെ മന്ത്രിമാരും ഉണ്ടാകും. അങ്ങനെ പരിചയ സമ്പത്തും പുതുമുഖങ്ങളും ഇങ്ങനെ ഒരു സന്തുലിതമായ രീതിയിൽ തന്നെയാണ് 3ാം മോദി സർക്കാർ അധികാരമേൽക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കുള്ള പ്രാതിനിധ്യവും ഇതേ രീതിയിൽ തന്നെയാണ്. ഉത്തർപ്രദേശിനും ബീഹാറിനും തന്നെയാണ് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നത്. അതേ സമയത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളും ഈ പട്ടികയിൽ മന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. ദക്ഷിണേന്ത്യക്കും പ്രത്യേക പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. കേരളത്തിന് മാത്രമല്ല, ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും തമിഴ്നാടിനും കർണാടകത്തിനും ഒക്കെ അർഹമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ഈ പട്ടിക ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് മാത്രമേ ഇനി കിട്ടാനുള്ളൂ. ആരൊക്കെയാണ് നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന കാര്യത്തിൽ ഏതാണ്ട് പട്ടിക പുറത്തു വന്നു കഴിഞ്ഞു. അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് ബാക്കിയുള്ളത്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 1 അല്ല 2 മന്ത്രിമാരെ കേരളത്തിൽ കിട്ടിയിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ കാര്യം പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ജോർജ് കുര്യനും അതിൽ ഇടം നേടി. തൃശൂർ നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ക്രൈസ്തവ സമൂഹത്തിന് കൂടിയുള്ള അംഗീകാരമായി മാറിയിരിക്കുകയാണ് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം. അദ്ദേഹം വർഷങ്ങളായി BJPയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളാണ്. BJPയിൽ അടിയുറച്ചു നിൽക്കുന്നയാളാണ് ജോർജ് കുര്യൻ. കോട്ടയം ജില്ലക്കാരനാണ് ജോർജ് കുര്യൻ. അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യം മോദി മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിന്റെ അഭിമാനമായി മാറുകയാണ്. അങ്ങനെ ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കൊപ്പം കേരളത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം ഡൽഹിയിലുണ്ട്. 7:15 സത്യപ്രതിജ്ഞ തുടങ്ങുന്നത്. അല്പസമയത്തിനുള്ളിൽ മന്ത്രിമാരുടെ പട്ടിക ഔദ്യോഗികമായിട്ട് ആരൊക്കെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ള കാര്യം ഔദ്യോഗികമായിട്ട് അറിയിക്കും രാഷ്ട്രപതി ഭവനിൽ നിന്ന്. തൃശ്ശൂരിലാണ് ഏറ്റവും വലിയ ആഘോഷം ഇപ്പോൾ നടക്കുന്നത്. തൃശ്ശൂരിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ ആഘോഷം തുടങ്ങിയിരുന്നു. ഒരു പൂരപ്രതീതിയാണ് തൃശ്ശൂർ നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിന്റെ മറ്റു ഭാഗങ്ങളിലും ഇത് തന്നെ കാണാൻ കഴിയുന്നു. തിരുവനന്തപുരത്തും ഇതേ അവസ്ഥ തന്നെയാണ്. തിരുവനന്തപുരവും ആഹ്ലാദത്തിലാണ്. ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം മധ്യ കേരളത്തിലും വലിയ ആഘോഷമായി മാറുന്നുണ്ട്. അങ്ങനെ BJP ഇത്തവണ അക്കൗണ്ട് തുറന്നതിന് പിന്നാലെ 2 മന്ത്രിമാരെ കൂടി കിട്ടിയതിന്റെ ആഹ്ലാദത്തിൽ കൂടിയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ മന്ത്രിസഭയെക്കുറിച്ച് നൽകുന്നതിന് വേണ്ടി ER രാഗേഷ് ഉണ്ട്, ഒപ്പം MG മിഥുൻ. ഈ 2 പേരും ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, രാഗേഷ്, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പട്ടിക അനുസരിച്ച് ഇതിൽ വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. ചിലപ്പോൾ ചില പേരുകൾ പുതിയതായിട്ട് ഇടം പിടിച്ചേക്കാം എന്നത് മാത്രമല്ലേ ഉള്ളൂ. പ്രാതിനിധ്യം നോക്കുമ്പോൾ ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് പൂർണ്ണമായിട്ടും BJP വഴങ്ങിയിട്ടില്ല. ഇത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അങ്ങനെ കൈ അയച്ച് അവർക്ക് മന്ത്രിസ്ഥാനം നൽകിയിട്ടില്ല. ഈ പട്ടിക നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ മനസ്സിലാകുന്നത്. ഉദാഹരണം TDPക്ക് തന്നെ ഇപ്പോൾ ഈ പട്ടിക അനുസരിച്ച് 2 പേർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ അജിത് പവാറിന് NCPക്ക് ക്യാബിനറ്റ് പദവി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു പിണക്കം വന്നിരുന്നു. പക്ഷേ അനുനയ നീക്കം നടക്കുന്നുമില്ലല്ലോ. മഞ്ജുഷ, ഏതായാലും 53 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഔദ്യോഗികമായ പ്രഖ്യാപനമല്ല, മറിച്ച് 53 പേരുടെ പട്ടിക പുറത്തു വരുമ്പോൾ അതിൽ 12 പേർ ഘടകകക്ഷികളിൽ നിന്നാണ്. മറ്റ് 41 പേർ അത് ഏതായാലും BJPയിൽ നിന്നുമാണ്. പക്ഷേ മഞ്ജു സൂചിപ്പിച്ച പോലെ തന്നെ പരിചയസമ്പന്നരായ പട്ടിക, ഒപ്പം തന്നെ യുവാക്കൾക്ക് പ്രാതിനിധ്യം, ഒപ്പം ഘടകകക്ഷികൾക്ക് കൂടി പ്രാതിനിധ്യം നൽകിക്കൊണ്ടൊരു പട്ടികയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. പരിചയസമ്പന്നരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2ാം മോദി സർക്കാരിൻ്റെ ഒരു ആവർത്തനം അതിനകത്ത് വരുന്നുണ്ട്. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ പീയൂഷ് ഗോയൽ, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ തുടങ്ങിയ പേരുകളൊക്കെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത നേതാക്കളൊക്കെ തന്നെ ഇത്തവണയും 3ാം മോദി സർക്കാരിലും NDA സർക്കാരിലും ഇടം പിടിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരാളുടെ പേര് കാണുന്നില്ല. അനുരാഗ് ഠാക്കൂറിന്റെ പേര് ഇതുവരെ ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. അതിപ്പോൾ JP നഡ്ഡ വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ച നടക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലേ? അങ്ങനെയും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നഡ്ഡയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ലല്ലോ. നഡ്ഡയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെ BJP എത്തിയിട്ടില്ല. കാരണം നഡ്ഡയുടെ കാലാവധി അവസാനിക്കുന്നു. ഒപ്പം നഡ്ഡ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരും. ഇടയ്ക്ക് അമിത്ഷാ ഒരുപക്ഷെ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അമിത്ഷാ ഏതായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അമിത്ഷാ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ JP നഡ്ഡയ്ക്ക് പുതിയ മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ പുതിയൊരു നേതാവ് അധ്യക്ഷനായി വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ
അനുരാഗ് ഠാക്കൂർ, പ്രത്യേകിച്ച് മോദിക്കും അമിത്ഷായ്ക്കും നഡ്ഡയ്ക്കുമൊക്കെ ഏറെ വിശ്വസ്തനായ നഡ്ഡയുടെ അതേ സംസ്ഥാനത്തുള്ള നേതാവ് കൂടിയാണ് അനുരാഗ് ഠാക്കൂർ. അപ്പോൾ അനുരാഗ് ഠാക്കൂർ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഈ പട്ടികയിൽ ഇടം പിടിക്കാത്ത സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇനി ഘടകകക്ഷികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മഞ്ജു സൂചിപ്പിച്ച പോലെ തന്നെ 4 മന്ത്രിസ്ഥാനം വീതം JDU ആവശ്യപ്പെട്ടിരുന്നു, TDP ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ക്യാബിനറ്റ് പദവി ഒപ്പം ഒരു സഹമന്ത്രി സ്ഥാനം, അങ്ങനെ 2 മന്ത്രിസ്ഥാനമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇനി കൂടുതൽ നൽകിയേക്കാം. കാരണം മുഴുവൻ മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും 2 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ TDPയിൽ നിന്ന് ചെയ്യുന്നത്. ഒന്ന് രാംമോഹൻ നായിഡു, ഒപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ TDPക്ക് 4 മന്ത്രി പദവി കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ വന്നിട്ടില്ല. അത് മാത്രമല്ല ഒരു MP മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി അവിടെ പരിഗണിച്ചിട്ടുമുണ്ടല്ലോ. ആരെയും പരിഗണിക്കാതെ വിട്ടിട്ടില്ല. അതിൽ ഈ അജിത് പവാർ സ്വയം പിണങ്ങി മാറിയതാണല്ലോ, വേണ്ട എന്ന് പറഞ്ഞു മാറിയതാണല്ലോ. ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യക്ക് പോലും ഒരു മന്ത്രിസ്ഥാനം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയന് ഒരു മന്ത്രിസ്ഥാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ പാർട്ടികളെ പോലും പരിഗണിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ ജി